ജോസഫ് ആന്റണി, ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാണിച്ച സവിശേഷമായ ഒരു കാര്യം, അമേരിക്കയെ നയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. ഈ കാലഘട്ടത്തിൽ ട്രംപ് അനിവാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയുന്നവരുമുണ്ടാകാം. പക്ഷേ ട്രംപ് വാഷിങ്ടണിലേക്ക് അധികാരമേൽക്കാൻ വരുമ്പോഴേക്കും പ്രതിഷേധക്കാരുടെ നിര തെരുവുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നയങ്ങൾ, വംശീയ നീതി തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ അവിടെ ഉയർന്നു വരികയാണ്. ട്രംപ് രണ്ടാം ടേം അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ ചില സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം ട്രംപിൽ നിന്ന് ഈ രണ്ടാം തവണ അദ്ദേഹം എത്തുമ്പോൾ? എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി ലോക രാഷ്ട്രീയം ഒരു ആശങ്കയുടെ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എനിക്ക് രണ്ട് കാരണങ്ങളാണ് ഞാനത് പറയാൻ എൻ്റെ കാരണം. ഒന്ന്, ട്രംപ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റ് അല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റ് അല്ലെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമ്പ്രദായിക രീതികളും ഒന്നും പിന്തുടരുന്ന ഒരു പ്രസിഡന്റ് അല്ല ട്രംപ്. അതാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബ്യൂറോക്രസിയും എസ്റ്റാബ്ലിഷ്മെന്റിലും എല്ലാം അമേരിക്കയെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് അതിനേക്ക് ഉപരിയായിട്ട് നിൽക്കണം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പ്രസിഡന്റാണ് അദ്ദേഹം. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്തർദേശീയ തലത്തിൽ തന്നെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരു ട്രാൻസാക്ഷണലിസ്റ്റ് പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രസിഡന്റ് ആണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലിൽ വിട്ടുവീഴ്ചകളും കൊള്ളക്കൊടുക്കലുകളും ഒക്കെ ഉണ്ടാവും. പരസ്പരമുള്ള ധാരണയിൽ സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റുമാർ സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഒരാള്, ട്രംപിനെ പോലുള്ള ഒരാള് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഗുണമുള്ള, അതായത് സ്വാർത്ഥ താല്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു നയമാണ് ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ചെയ്യുന്നത്. തന്റെ രാജ്യത്തിന് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് വെച്ചിട്ട് മാത്രമാണ് അദ്ദേഹം ഒരു മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്താൻ ആയിട്ട് തയ്യാറാവുക. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ് ആണ്. നമുക്കറിയാം അദ്ദേഹം അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല ലോകത്ത്. കാരണം അദ്ദേഹത്തിന്റെ സമയത്ത് 4 ദേശീയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിനെ അദ്ദേഹം വെച്ചു. പക്ഷെ അതാണ് ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയി ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ആളാണെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ചെറിയ തോതിൽ ചില എക്സ്ട്രീം നയങ്ങളിലേക്കൊക്കെ പോകും എന്നതിനപ്പുറത്തേക്ക് നിലപാടുകളിൽ ഒരു സ്ഥിരത ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർ ജി ഗോപകുമാർ മുന്നോട്ട് വെച്ചത്. അത് അങ്ങ് അംഗീകരിക്കുന്നില്ലേ പൂർണ്ണമായും? അല്ല, എനിക്കത് അംഗീകരിക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടിന്റെ കാര്യം ഞാൻ പറയാം. കാരണം അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുള്ളതൊന്നും പലതും ആ നിലപാടുകളിൽ കൃത്യമായി ഉറച്ചു നിന്ന ഒരു ചരിത്രം തന്നെ അദ്ദേഹത്തിനില്ല. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിലപാട് ഉറച്ച് നിൽക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ തന്നെ അദ്ദേഹം ഈ ചൈനയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് അദ്ദേഹം കാണുന്നത്. ഓക്കെ, പക്ഷെ ചൈനയ്ക്കെതിരായിട്ട് 60% ചുങ്കം ഏർപ്പെടുത്തും, ചൈനയ്ക്ക് എതിരായിട്ടുള്ള എല്ലാ നടപടികളും പുനരാരംഭിക്കും എന്നൊക്കെ പറയുന്ന ട്രംപ് തന്നെ ഇവിടെ നമുക്കറിയാം അധികം രാഷ്ട്രത്തിന്റെ തലവന്മാരെയൊന്നും അദ്ദേഹത്തിന്റെ അധികാര ആരോഹണത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ക്ഷണിച്ചില്ല. എന്നാൽ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയാണ് ക്ഷണിച്ചത്. എന്ന് മാത്രമല്ല, അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഷീ ജിൻപിങ്ങുമായി ഫോണിൽ വരെ സംസാരിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ പറയുന്ന, അതായത് ചൈനയ്ക്കെതിരായിട്ട് ഞാൻ എല്ലാവിധത്തിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തും, എല്ലാവിധത്തിലുള്ള നടപടികളും ചെയ്യും എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ 1ാമത്തെ ദിവസം 1,10,00,000 അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന് കൂട്ടപലായനം കൂട്ടമായിട്ട് ഞാൻ ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ കഴിയാൻ എങ്ങനെയാ പറ്റുന്നത്? 1,10,00,000 ആളുകളെ അദ്ദേഹം എങ്ങനെ ഇറക്കി വിടും? എൻ്റെ ആദ്യത്തെ ദിവസം ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ആ പ്രഖ്യാപനങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. സ്വാഭാവികമായും ചെറിയ ആശങ്കയ്ക്ക് വഴിയുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാൻ